പ്രൈസ് ദ ലോർഡ്. നമ്മുടെ ജീവിതം കൊണ്ട് വലിയ പ്രഘോഷണം വേണമെന്ന് ശരിയായ വിശ്വാസ സംഹിതയനുസരിച്ച് പഠിപ്പിക്കണമത്രേ. സാക്ഷി ജീവിതമായിരിക്കണം നമുക്ക് വേണ്ടത്. ആരോഗ്യമുള്ള ഉപദേശം അനുയോജ്യമായ പ്രസംഗത്തിലേക്ക് നയിക്കുമെന്ന് വിശുദ്ധ പൗലോസ് തീത്തോസിനോട് പറയുന്നത്. ദൈവം എല്ലാവർക്കും ഒരു മാതൃക തന്നിട്ടുണ്ട്. മുതിർന്നവർ വിവേകമുള്ളവരായിരിക്കണം, ജാഗരൂകരായിരിക്കണം, മാന്യരായിരിക്കണം, ഉറച്ച വിശ്വാസമുള്ളവരൊക്കെ ആയിരിക്കണമെന്ന് നിരവധി കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. യുവതികൾ ഭർത്താവിനെ സ്നേഹിക്കുന്നവരും വീട്ടുകാരിൽ ജാഗരൂകരും ഒക്കെ ആയിരിക്കണമെന്നും ഓർമ്മപ്പെടുത്തുന്നു. യുവാക്കൾ സുബോധമുള്ളവരായിരിക്കണം, അന്നും ഇന്നും എന്നും. വേലക്കാർ യജമാനന്മാരെ പ്രസാദിപ്പിക്കുന്നവരും എതിർത്ത് സംസാരിക്കാത്തവരും ഒക്കെ ആകണമെന്നാണ് ഓർമ്മപ്പെടുത്തുക. എന്തിനാ ഇതെല്ലാം പറയുക? എല്ലാറ്റിലും നമ്മുടെ രക്ഷകനായ ദൈവത്തിൻ്റെ നിർദ്ദേശങ്ങളെ അലങ്കരിക്കേണ്ടതിന്. അതായത് നമ്മുടെ ജീവിതമാണ് സുവിശേഷത്തിന് ഏറ്റവും വലിയ പോസ്റ്റർ. അതിൻ്റെ തെളിവാണ് മത്തായി 7:12-20 കാണുന്ന സുവർണ നിയമം. യേശു പറയുന്നു, മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് നിങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുവിൻ എന്ന്. വെറുതെ പ്രസംഗിക്കരുത്, ജീവിച്ചു കാണിക്കുക. നമ്മുടെ ജീവിതം കാണുമ്പോൾ ആളുകൾക്ക് യേശുവിനെ കാണാൻ പറ്റണം. വീട്ടിൽ, ജോലിസ്ഥലത്ത്, സഭയിൽ, സമൂഹത്തിൽ നമ്മുടെ ഫലം എന്താണ്? ക്ഷമയോ സ്നേഹമോ വിശ്വസ്തതയോ ഒക്കെ ഉണ്ടോ? ആത്മശോധന ചെയ്യാം, നന്നായി ധ്യാനിക്കാം. ഈ ഭാഗങ്ങൾ നമ്മൾ കൂടുതൽ ആഴത്തിൽ ജീവിക്കേണ്ടതുപോലെ ജീവിക്കാൻ, സൗന്ദര്യമുള്ളൊരു ജീവിതമുണ്ടാകാൻ, സുന്ദരമായ ഒരു ജീവിതചര്യ അനുവർത്തിക്കാൻ നമ്മുടെ മേലെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ധാരാളം ഉണ്ടാകട്ടെ. ആമേൻ.